അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കനോട് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും ചേർത്തിട്ടില്ല, എന്നാലും ഉള്ളതുകൊണ്ട് വേണമെന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നമ്മൾ എന്താ പറയുക സാധാ പോലെ കേട്ടോ ചിക്കൻ പൊരിച്ചത്, സാധാ എന്താ പറയുക മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് മാത്രമാണ് പൊരിച്ചത് കേട്ടോ. അങ്ങനെ അത് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചു. കടുക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ അത് അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുള്ളി നന്നായിട്ട് ചതച്ചത് ഇട്ടു കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിലോട്ട് വലിയുള്ളി ഇടുന്നത്. വലിയുള്ളി നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക ചിക്കന് പൊരിച്ച എണ്ണയിലൊന്ന് എന്താ പറയുക വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെയും നമ്മളൊന്ന് വഴറ്റിയെടുത്തു. അതിലോട്ട് ലേശം ഉപ്പും കൂടി ഇട്ടു കേട്ടോ. കാരണം സവാള കടിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അത് അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പൊടികളെല്ലാം പച്ചമണം മാറണം. അതിലോട്ട് നമ്മൾ സവാളയും അതേപോലെ തക്കാളിയും ഒന്ന് വേവിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇട്ടു. അതിലോട്ട് ഇത് നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനോട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ. ഇതിൽ തൈര് നല്ല ടേസ്റ്റാണ് ഒഴിച്ചാൽ. പിന്നെ ഇത് നമ്മൾ കറിവേപ്പിലയും അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.